വിദ്യാർത്ഥികളെ, 6ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ മാത്തമാറ്റിക്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബൈ വാട്ട് നമ്പർ ഷുഡ് വി ഡിവൈഡ് ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് 8/12 ടു സിംപ്ലിഫൈ ഇറ്റ്? എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? 8/12നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏത് സംഖ്യ കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഡിവൈഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8/12 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം 1 × 4 4, 2 × 4 8 എന്ന് വരും അല്ലേ. ഇനി നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനിയോ 2 × 4, പിന്നെ 12നെയും നമുക്ക് 4 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, രണ്ടും ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ 1 × 4 4, 2 × 4 8, 3 × 4 12 എന്ന് കിട്ടി. അപ്പോൾ ഏറ്റവും സിംപ്ലിഫൈ 2/3 എന്നാണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത് ഏത് ഇതും കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്? 4 കൊണ്ടാണ് അല്ലേ. 2 × 4 8 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ രണ്ടിനെയും നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 8/12നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. 4 എന്നാണ് ഉത്തരം. ഇനി ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് 33 liters of milk is divided equally among 12 people. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 33 ലിറ്റർ പാൽ എന്ത് ചെയ്തു? 12 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു. ഹൗ മെനി ലിറ്റേഴ്സ് വിൽ ഈച്ച് പേഴ്സൺ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വീതം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ആകെ ഉള്ളത് എത്ര പേരാണ്? 12 പേരാണുള്ളത്. 33 ലിറ്റർ പാലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം. നോക്കൂ, നമുക്കറിയാം 33 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 3 × 11 ആണ്. 33 എന്ന് പറഞ്ഞാൽ 3 × 11 ആണ്. 12 എന്ന് പറഞ്ഞാൽ 3 × 4 ആണ് അല്ലേ. 3 × 11 33, 3 × 4 എന്നാണ് 12. അപ്പോൾ 33/12നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 11 / 3 × 4. അപ്പോൾ 3യും 3യും വെട്ടിപ്പോയി. പിന്നെന്താണ്? 11/4 എന്നാണ് കിട്ടിയത്. 11/4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1 × 4 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 1 × 4 4, 2 × 4 8 എന്നാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് 11ൽ നിന്ന് എന്ത് ചെയ്തു? 8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന ആൻസർ ഇതായിട്ട് വരുന്നത് നമ്മൾ ഇവിടെ എഴുതണം. 2 എഴുതണം, 3 മേലെ എഴുതണം, പിന്നെ ഈ 4 താഴെ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് 2 3/4 എന്ന് കിട്ടും. അപ്പോൾ ഓരോ ആൾക്കും 2 3/4 ലിറ്റർ ഓഫ് മിൽക്കാണ് കിട്ടുക. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 20 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ഫിൽഡ് ഇൻ 8 ഐഡൻറ്റിക്കൽ ബോട്ട്സ്, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ ഈച്ച് ബോട്ടിൽ ഹോൾഡ്? ഇതിപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. മൊത്തം എത്രയുണ്ട്? 20 ലിറ്റർ വെള്ളം 8 ഒരേപോലെയുള്ള ബോട്ടിലിൽ നിറച്ച് വച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ കുപ്പിയിലും എത്ര ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നമുക്ക് അതും ചെയ്യാം. നമുക്ക് 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 എന്ന് പറഞ്ഞാൽ 4 × 5 ആണ് എന്തെന്ന് പറയുന്നത്. രണ്ടും ഒരേ സംഖ്യ ആവാൻ നോക്കണം. കണ്ടോ, ഇവിടെയും നമ്മളങ്ങനെ ഒരേ സംഖ്യ ആവാൻ നോക്കിയില്ലേ. എന്നാലാണ് നമുക്കത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഒരു സിമ്പിൾ ഫ്രാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ 20 എന്ന് പറഞ്ഞാൽ 4 × 5 ചെയ്താൽ 20 കിട്ടും. 4 × 2 കിട്ടിയാലും നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 20/8നെ എങ്ങനെ എഴുതാം? 4 × 5 4 × 2. അതിൽ 4ഉം വെട്ടിപ്പോയി. പിന്നെ എന്താണ്? 5/2. 5/2നെ നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നോക്കൂ എത്രയാണ് കിട്ടുന്നത്? 1 × 2 2, 2 × 2 4 എന്ന് കിട്ടി. അപ്പോൾ 5ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 1 ഉണ്ടോ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? ഇപ്പോൾ ഇവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ രണ്ടിനെ എടുത്തിട്ട് ഇവിടെ സെൻറ്ററിൽ ഇട്ടു അല്ലേ. ഈ രണ്ടിനെ എടുത്തിട്ട് എന്ത് ചെയ്തു? നമ്മൾ സെൻറ്ററിൽ ഇട്ടു. മോളിൽ എന്താ എഴുതുന്നത്? 1 എന്ന് എഴുതി. പിന്നെ അടിയിൽ എന്താ എഴുതുന്നത്? നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത സംഖ്യ ഏതാണോ അത്. അപ്പോൾ ഇത് ഇവിടെ എഴുതണം. പിന്നെ നെക്സ്റ്റ് 1 ഇവിടെ എഴുതണം. പിന്നെ 2 നമ്മൾ ഡിവൈഡ് ചെയ്ത സംഖ്യ താഴെ എഴുതണം. അപ്പോൾ 2 1/2 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഓരോ ബോട്ടിലും 2 1/2 2.5 ലിറ്റർ ഓഫ് വാട്ടർ ആയിരിക്കും ഉണ്ടാവുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഡിവൈഡ് ചെയ്യാം കേട്ടോ. 33/12 എന്ന് നേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഉത്തരം ശരിയായിരിക്കും.
ഇനി ഡി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 30/45 ഈസ് എത്രയാണ് 2/3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീസൺ 2/3 ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 15, ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 30 ആൻഡ് 45. എന്താ തന്നിരിക്കുന്നത്? 30/45 സിംപ്ലിഫൈ ചെയ്തത് 2/3 ആണെന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് 30ൻ്റെയും 45ൻ്റെയും കോമൺ ഫാക്ടർ എന്താണ്? കോമൺ ഫാക്ടർ ഏതാണെന്ന് പറഞ്ഞാണ് 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് 15 കൊണ്ട് എന്താണ് നമ്മുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്തെന്ന് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 കിട്ടിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഈ താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ 2/3 ആണ് 30/45 സിംപ്ലിഫിസ്റ്റ് ഫോമാണ് 2/3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2/3 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 30ൻ്റെയും 45ൻ്റെയും കോമൺ ഫാക്ടറായിട്ട് 15 വരും. ആ 15 കൊണ്ട് നമ്മളെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 2/3 കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉത്തരം ഏതാണ് ശരിയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺസ് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റും റീസണും, അതായത് അതിലെ കാര്യവും പ്രസ്താവനയും കാരണവും എന്ത് തന്നെയാണ്? ശരിയാണ്. അപ്പോൾ 30ൻ്റെയും 45ൻ്റെയും കോമൺ ഫാക്ടറാണ് 15. അതിന് രണ്ടിനെയും എന്താണ് 15 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 2/3 കിട്ടുക. നമുക്ക് നോക്കാം 30/45. അപ്പോൾ നമുക്കറിയാം ഒരു 15 2 15 എന്തെന്ന് പറയുന്നത് 30 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30 എന്ന് കിട്ടും. 30നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 30 എന്ന് കിട്ടും അല്ലേ. ഇനി 45നെ നമുക്ക് 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 15 × 3 45 കിട്ടും. 3 കൊണ്ട് ചെയ്താൽ 45 കിട്ടും. അപ്പോൾ അത് ഈ പറഞ്ഞ ഉത്തരം രണ്ടും ശരിയാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺസ് ആർ ടു. ബി ഓപ്ഷനാണ് അപ്പോൾ കറക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ബി ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഫൈൻഡ് ദ സം ഓഫ് 1 1/2 + 2 1/4. 1 1/2 + 2 1/4. ഇതിൻ്റെ സമ്മ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സം എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് 1 1/2 + 2 1/4 എന്നാണ്. അപ്പോൾ ഇതിനെ വിപുലീകരിച്ച് എഴുതുമ്പോൾ 1 1 + 1/2 + 2 2 1/4 എന്ന് കിട്ടി. ഇനി നിങ്ങളിവിടെ നിന്ന് നോക്കേണ്ടതില്ല. 1 + 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? 1/2 + 1/4 ആണ് ഉള്ളത്. 1/2 + 1/4നെ നോക്കി, രണ്ടിൻ്റെയും ന്യൂമറേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ ഡിഫറൻസ് ആണ്. അങ്ങനെയുള്ള സംഭവത്തിൽ നമ്മൾ ലീസ്റ്റ് കോമൺ ഡിനോമിനേറ്റർ എടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഇതായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 1/2 + 1/4 ആണ്. അപ്പോൾ രണ്ടിടത്തും ഒരുപോലെ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കുന്നു? രണ്ടിലും 2നെ എടുക്കുന്നു. അപ്പം 1 × 1/2നെ നമ്മൾ ചെയ്യാണ്. 1/2നെ നമ്മൾ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് 1/2നെ ചെയ്യാനായിട്ട് 1/2 എങ്ങനെ എഴുതാം? 1 × 2 / 2 × 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/4 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 1/2നെ നമ്മൾ 2/4 എന്നാക്കി. പ്ലസ് ഈ 1/4ന് ചേഞ്ച് ഒന്നും വരുത്തണ്ട. 1/2നെ നമ്മൾ 2/4 എന്നാക്കി. 1/4ന് ചേഞ്ച് ഒന്നും വന്നില്ല. രണ്ടിനും ഡിനോമിനേറ്റർ സെയിം ആയിട്ട് കിട്ടി അല്ലേ. 4 4 കിട്ടി. അപ്പോൾ 2 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ 4. അപ്പോൾ 3/4. അപ്പോൾ നമുക്കിവിടെ 1 2 1 3 എന്ന് കിട്ടിയായിരുന്നു. 3 പ്ലസ് എന്തെന്ന് കിട്ടി? 3/4 എന്ന് കിട്ടി. അപ്പോൾ 3 3/4 എന്ന് ഉത്തരം കിട്ടും. ഇനി അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ നോക്കാം. അതിലെ ബി ക്വസ്റ്റ്യൻ, അനൂപ് ബോട്ട് 20 മീറ്റർ ഓഫ് ത്രെഡ്. അനൂപ് എന്ത് ചെയ്തു? ഒരു 20 മീറ്റർ ഓഫ് നൂല് മേടിച്ചു. ഹി കട്ട് 5 3/4. ആദ്യം അദ്ദേഹം 5 3/4 മീറ്റർ കട്ട് ചെയ്തു. ദെൻ എന്ത് ചെയ്തു? 6 1/2 മീറ്റർ കട്ട് ചെയ്തു. 6 1/2 മീറ്റർ കട്ട് ചെയ്തു.
ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ത്രെഡ് ആർ ലെഫ്റ്റ് നോ, ബാക്കി എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 20 നിന്ന് ബാക്കി എത്ര, അപ്പോൾ ഇത് രണ്ടും പ്ലസ് ചെയ്തിട്ട് 20 നിന്ന് മൈനസ് ചെയ്താൽ ബാക്കി എത്ര നൂലുണ്ടെന്ന് കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നേരത്തെ കണ്ട പോലെ 5 3/4 + 6 1/2 ആണ്. ഇതിൽ നമ്മൾ ഇതിനെ വിപുലീകരിച്ച് എഴുതി 5 3/4 6 + 1/2. ഇനി 5ഉം 6ഉം എത്ര കിട്ടും നമുക്ക്? 5ഉം 6ഉം 11 കിട്ടും. പിന്നെ എത്രയാണ് ബാക്കി? 3/4 + 1/2 ആണ് അല്ലേ. 3/4 + 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ രണ്ടും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും വ്യത്യസ്തമാണ്. അപ്പോൾ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 3/4നെ അങ്ങനെ തന്നെ നിർത്തി, പ്ലസ് എന്ത് ചെയ്തു? 1/2നെ നമുക്ക് ഈക്വൽ ആക്കാം. 1 × 2 വെച്ചിട്ട് ചെയ്താൽ അടിയിൽ 4 കിട്ടും അല്ലേ. ഒന്നേ ന്യൂമറേറ്റർ സെയിം ആക്കുക, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കുക. അപ്പോൾ 2 × 2 4, 1 × 2 / 2 × 2 4. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 2/4 എന്ന് കിട്ടും. അപ്പോൾ 3/4 + 2/4 ആണ് ഇനി ചെയ്യുക. അപ്പോൾ രണ്ടും സെയിം ആയിട്ട് വന്നു. അപ്പോൾ 3 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. രണ്ടും 4. അപ്പോൾ 5/4 എന്നാണ് കിട്ടിയത്. അപ്പോൾ 11 5/4 എന്ന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഇല്ലെങ്കിൽ വീണ്ടും ഇതിനെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇപ്പോൾ 5/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 × 4 4, 5/4 എന്ന് കിട്ടും. 5 ൽ 4 പോയാൽ 1. അപ്പോൾ നമ്മളിത് നേരത്തെ എഴുതിയ പോലെ എങ്ങനെ എഴുതും? 1 ഇവിടെ നിർത്തുക, 1/4 എന്ന് കിട്ടും. കുറച്ച് മുമ്പ് കാണിച്ചു തന്നിരുന്നില്ലേ, അതുപോലെ 4നെ അടിയിലിടുക, പിന്നെ ഇത് മുകളിലിടുക, ഇവിടെ ഇത് ഇടുക. അപ്പോൾ 1/4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 11 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. 11 + ഈ 1, 11 + 1 എന്ന് പറയുന്നത് 12. അപ്പോൾ 12 1/4 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയപ്പോൾ 5 3/4 6 1/2 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 12 1/4. അപ്പോൾ 20ൽ നിന്ന് ഈ 12 1/4 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതായത് 20 - 12 + 1/4 അല്ലേ. അപ്പോൾ 20 - 12 ചെയ്യുമ്പോൾ ബാക്കി എത്ര കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ 20ൽ നിന്ന് 12 മൈനസ് ചെയ്താൽ ബാക്കി 8, 8 - 1/4. അപ്പോൾ നമുക്ക് 8 - 1/4 എന്ന് കിട്ടും. 20 - 12 8 - 1/4. ഇത് 8/1 - 1/4 എന്നല്ലേ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ സെയിം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 8നെ 4 കൊണ്ടും 1നെ 4 കൊണ്ടും ചെയ്തു. അപ്പോൾ 8 × 4 എത്ര കിട്ടണത്? 32. 1 × 4 4. അപ്പോൾ 32/4 - 1/4. 32/4 - ഈ 1/4ന് മാറ്റമൊന്നുമില്ല, 1/4. ഇനി 32ൽ നിന്ന് 1 മൈനസ് ചെയ്യുക, 31/4. അപ്പോൾ 31/4 എന്ന് എഴുതും. ഇതിനെ വീണ്ടും നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ നമുക്ക് വീണ്ടും നമ്മൾ ചെയ്ത പോലെ 31/4ന് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 7 3/4 എന്ന് കിട്ടും. ഇത്രയാണ് ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ദ ആംഗിൾ ഓഫ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പിക്ചർ? പിക്ചറിൽ കാണിച്ചിരിക്കുന്നതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ എന്താണ് ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, രണ്ട് അഡ്ജസ്റ്റൻ്റ് ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 180 ആണെന്ന് അറിയാം. അപ്പോൾ ഈ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് 100 മൈനസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. അതായത് ഇവിടെ കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? 80 ഡിഗ്രി എന്നുള്ളതായിരിക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വെൻ 2 ലൈൻസ് intersect, one of the 4 angles form the half of the another angle. Calculate all 4 angles. എന്താ പറയണേ? രണ്ട് നേരായ രേഖകൾ തമ്മിൽ മുറിഞ്ഞാലുണ്ടാകുന്ന 4 കോണുകളിൽ ഒന്നിൻ്റെ അളവ് മറ്റൊന്നിൻ്റെ നേരെ പകുതിയാണെന്നാണ് പറയണേ. നേരെ പകുതിയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ പകുതിയായിരിക്കും എന്തെന്ന് പറയണത്? മറ്റേതെന്ന് പറയണത്. അങ്ങനെയെങ്കിൽ 4 കോണുകളുടെയും അളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 4 കോണുകളുടെയും അളവ് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് രണ്ട് നേരായ രേഖകൾ കട്ട് ചെയ്തു, തമ്മിൽ മുറിഞ്ഞാൽ 4 കോണുകളിൽ ഒന്നിൻ്റെ അളവ് മറ്റൊന്നിൻ്റെ ഇതിന് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാണ്. അപ്പോൾ നമുക്കറിയാം ഈ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാം? 180 ഡിഗ്രി കിട്ടുമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 2 കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 180, ബാക്കി എത്ര ആംഗിൾ ബാക്കിയുണ്ട്? 3 അല്ലേ. 180ൽ നിന്ന് 3 ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും. അതായത് ഇതെന്ന് പറയുന്നത് 60 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇത് 60 ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി, അതായത് ഇതിൻ്റെ പകുതിയാണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പകുതി. അപ്പം ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും?
120, അല്ലെങ്കിൽ നിങ്ങൾ 180 ആംഗിൾ 1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ 180 നിന്ന് 60 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടി? 120 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ 1 ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇതിന് നേരെയുള്ള ഈ ആംഗിൾ, ഈ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? 120 ഡിഗ്രി സെയിം ആയിരിക്കും. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 4 എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ 1ഉം ആംഗിൾ 3യും ഈക്വൽ ആയിരിക്കും. 120 ഡിഗ്രി 120 ഡിഗ്രി വീതം 120 ഡിഗ്രി വീതം. ആംഗിൾ 2ഉം ആംഗിൾ 4ഉം ഈക്വൽ ആയിരിക്കും എത്ര വീതം? 60 ഡിഗ്രി വീതം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ആംഗിൾ ഉത്തരം വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രോ എ പാരലോഗ്രാം വിത്ത് സൈഡ് 4 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ 70 ഡിഗ്രി. എന്താ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ഒരു സമാന്തര ചതുരം, അത് പാരലോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൈഡ് 4 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആംഗിൾ 70 ഡിഗ്രി ആയിട്ടുള്ളത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് വരയ്ക്കുന്നത്? നമുക്ക് നോക്കാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് 4 സെൻറ്റിമീറ്റർ. അത് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഒരു 4 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. അറ്റ് ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ ലൈൻ മെഷർ ആൻ ആംഗിൾ 70 ഡിഗ്രി. ഇവിടെ നിന്ന് നിങ്ങൾ എത്ര എടുക്കണം? 70 ഡിഗ്രി പ്രൊട്രാക്റ്റിൽ എടുത്തിട്ട് ഡ്രോ എ ലൈൻ ഓഫ് 3 സെൻറ്റിമീറ്റർ ലെങ്ത്ത്. 3 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ 70 ഡിഗ്രി പ്രൊട്രാക്റ്റിൽ ആദ്യം 70 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് 3 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ വരയ്ക്കുക. കോമ്പസ് ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്ന് വരയ്ക്കുക, ആർക്ക് ഉപയോഗിച്ച് വരയ്ക്കുക. അറ്റ് ദ റൈറ്റ് എൻഡ് മെഷർ ആൻ ആംഗിൾ ഓഫ് 180 മൈനസ് 70. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 180 നിന്ന് ഇത് രണ്ടും കൂട്ടുമ്പോൾ 180 നിന്ന് 70 മൈനസ് ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ. അത് 110 കിട്ടി നമുക്ക്. അപ്പോൾ 110 ഡിഗ്രി ഇവിടെ നിന്ന് എടുത്ത് മെഷർ ചെയ്ത് അവിടെയും എത്ര ലൈൻ തന്നെ വരയ്ക്കണം? 3 സെൻറ്റിമീറ്റർ പ്രൊട്രാക്ടറിൽ എടുത്തിട്ട് ഇവിടെ 110 സെൻറ്റിമീറ്റർ അല്ല 110 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത് ആർക്ക് വരച്ച് വരയ്ക്കുക. ജോയിൻ ദ ലൈൻസ് വി വിൽ ഗെറ്റ് പാരലോഗ്രാം വിത്ത് ദ ഗിവൺ മെഷർ. എന്നിട്ട് ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പാരലോഗ്രാം കിട്ടും. ഇങ്ങനെയാണ് വരയ്ക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സം ഓഫ് 2 ആംഗിൾസ് ഫോംഡ് വെൻ 2 ലൈൻ ഇൻ്റർസെക്റ്റ്? 2 ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 180 ഡിഗ്രി. 180 ഡിഗ്രിയാണ് ഉത്തരം കിട്ടുക അല്ലേ? 180 ഡിഗ്രി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ മെഷർ ഓഫ് ദ ആംഗിൾ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പിക്ചർ ഈസ് ഡിനോട്ടഡ് ബൈ L ആൻഡ് ദ മെഷർ ഓഫ് ദ ആംഗിൾ ഓഫ് ദ റൈറ്റ് സൈഡ് ഡിനോട്ടഡ് ബൈ R, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ L ആൻഡ് R. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇടതുവശത്തുള്ള കോണിനെ L എന്നും വലതുവശത്തുള്ളതിനെ റൈറ്റ് സൈഡിലുള്ളതിന് നമ്മൾ R എന്നും സൂചിപ്പിച്ചാൽ ഈ Lനും Rനും ഇടയിലുള്ള റിലേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് റിലേഷൻ എഴുതുക? നമ്മൾ എങ്ങനെ എടുക്കും? ഇഫ് വി ടേക്ക് മെഷർ ഓഫ് ദ ആംഗിൾ ഓഫ് ലെഫ്റ്റ് സൈഡ് നമ്മൾ എന്തെന്ന് എടുത്തു? L എന്ന് എടുത്തു. ലെഫ്റ്റ് സൈഡ് L എന്ന് എടുത്തു. ആൻഡ് ദ മെഷർ ഓഫ് ദ ആംഗിൾ ഓഫ് ദ റൈറ്റ് സൈഡ് നമ്മൾ എന്തെന്ന് എടുത്തു? R എന്ന് എടുത്തു. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഈ L പ്ലസ് R കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. എന്നിട്ട് ഇനി ഇതിൽ L കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് ഈ R മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? L കിട്ടും. ഇനി R കണ്ടുപിടിക്കാനാണെങ്കിലോ? R കണ്ടുപിടിക്കാനാണെങ്കിൽ 180 നിന്ന് L മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആറും കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക. നിങ്ങളോട് എക്സോ വൈ എന്നൊക്കെ തന്നാലും ഇങ്ങനെ തന്നെയാണ് എഴുതുക. അപ്പോൾ ഇവിടെ എന്താണ്? ഒരെണ്ണം എക്സ് ഒന്ന് വൈ ആണെങ്കിൽ എക്സും വൈയും കൂട്ടുമ്പോൾ 180. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് വൈ മൈനസ് ചെയ്താൽ മതി. ഇനി വൈ കണ്ടുപിടിക്കാനാണെങ്കിൽ 180 നിന്ന് എക്സ് മൈനസ് ചെയ്താൽ മതി. ഏത് വേരിയബിൾ ഇട്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് തരാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A square with a perimeter of 60 cm is extended by 1 cm on each side to form a larger square. How much will the perimeter of the large square increase? എന്താ പറഞ്ഞിരിക്കുന്നത്? 60 സെൻറ്റിമീറ്ററുള്ള പെരിമീറ്ററുള്ള ഒരു ചതുരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ഓരോ സൈഡും 1 സെൻറ്റിമീറ്റർ വീതം കൂട്ടി എന്നിട്ടൊരു വലിയ ചതുരം ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ആ വലിയ ചതുരത്തിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുതിൻ്റെ അറിയാം അല്ലേ? ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പെരിമീറ്റർ ഓഫ് ദ
ഫസ്റ്റ് സ്ക്വയർ എത്രയാണ് 60 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ വൺ സൈഡ് ഓഫ് ദ ഫസ്റ്റ് സ്ക്വയർ. അപ്പോൾ ഒരു സൈഡിൻ്റെ സ്ക്വയറിൻ്റെ എന്താ പ്രത്യേകത? സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 60/4 ചെയ്ത് കഴിഞ്ഞാൽ 50 സെൻറ്റിമീറ്ററിന് കിട്ടും. അപ്പോൾ ലെങ്ത് ഓഫ് ദ വൺ സൈഡ് ഓഫ് ദ ലാർജ് സ്ക്വയർ എത്രയാണ്? 15 ആണ് അല്ലേ? 15 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ നമ്മൾ ലാർജ് സ്ക്വയറിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി. അപ്പോൾ എത്രയാണ്? 16 ആയി. അപ്പോൾ ഒരു സൈഡ് എത്രയായിരിക്കും? 60 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ലാർജ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ 16 × 4 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 64 സെൻറ്റിമീറ്റർ ഇല്ലേ? ഇത് ചെറുതിൻ്റെ 15 ആണ്. അതിനോട് കൂടി ഒന്ന് കൂട്ടിയപ്പോൾ 16 ആയി എന്ന് പറഞ്ഞു. അപ്പോൾ 16 × 4 ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലാർജ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ കിട്ടും 64 സെൻറ്റിമീറ്റർ. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 64 നിന്ന് 6 മൈനസ് ചെയ്താൽ എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ഓരോ സൈഡും എത്രയാണ്? ഒന്ന് വെച്ച് കൂടിയില്ലേ? അപ്പോൾ 4 സെൻറ്റിമീറ്ററാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ. എ റമദാൻ ഓഫർ 40% ഓഫ് ഓൺ ക്ലോത്ത്സ്. ലുക്ക് അറ്റ് ദ ആഡ്. ഒരു ആഡ് കൊടുത്തിട്ടുണ്ട്. റമദാൻ ഓഫർ 40% ഓഫ് ഓൺ ക്ലോത്ത്. വസ്ത്രങ്ങൾക്ക് 40% വരെ ഓഫർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് ഓൺ ക്ലോത്ത് വർത്ത് ₹100 ഫ്രം ദി ഷോപ്പ്? ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 100 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു? 100 രൂപയുള്ള ഒരു ഡ്രസ്സ് എടുക്കുന്നു. ആ ഡ്രസ്സിന് എത്രയാണ് ഇളവ് ലഭിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? അപ്പോൾ നമുക്കറിയാം 100ൻ്റെ 40% ഓഫ് 100 അല്ലേ? എത്രയാണ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? 40 / എന്താണ്? 100. 40 / 100 × 100. നമുക്ക് വില എന്ന് പറയുന്നത് 100 ആണ് അല്ലേ? അതിൻ്റെ 40% ആണ്. അപ്പോൾ 40/100 × 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ഉം 100ഉം വെട്ടിപ്പോയി. ബാക്കി എത്രയുണ്ട്? 40. അപ്പോൾ 40 ആണ് ഇളവ് ലഭിക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ. രാജു ഗോട്ട് എ ഡിസ്കൗണ്ട് ഓഫ് ₹120 വെൻ ഹി ബോട്ട് ക്ലോത്ത്സ് ഫ്രം ദിസ് ഷോപ്പ്. എന്ത് ചെയ്തു? രാജുവിന് 120 രൂപ എന്ത് സംഭവിച്ചു? ഡിസ്കൗണ്ട് കിട്ടി. വാട്ട് വാസ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് ദ ക്ലോത്ത്സ് രാജു ബോട്ട്? അങ്ങനെയാണെങ്കിൽ രാജു വാങ്ങിയ ക്ലോത്തിൻ്റെ ഒറിജിനൽ റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവന് ഇളവ് കിട്ടിയത് എത്രയാണ്? 120 ആണ്. 120 × എന്ത് ചെയ്യണം? 100 എന്താണ്? 40. എത്ര പെർസെൻറ്റേജ് ആണ്? 40% അപ്പോൾ 40. അപ്പോൾ 120 × 100/40 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ₹300 ഉത്തരം കിട്ടും. അപ്പോൾ അവൻ വാങ്ങിച്ച ഒറിജിനൽ ഡ്രസ്സിൻ്റെ വില എന്ന് പറയുന്നത് 300 രൂപയാണ്. അതിൽ നിന്ന് അവന് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടിയത് എത്രയാണ്? 120 രൂപയാണ്. ഓക്കെ, നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നോക്കാം. രാമു ബോട്ട് ക്ലോത്ത് വർത്ത് ₹2,560 ഫ്രം ദിസ് ഷോപ്പ്. ഹൗ മച്ച് ഷുഡ് രാമു പേ? രാമു എത്ര? 2560 രൂപയ്ക്ക് ഡ്രസ്സുകൾ വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ എത്ര രൂപ കൊടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 40% ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 2560 2560 രൂപയുടെ 40% എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? 40 / 100 × 2560. ഇത് 40/100 × 2560 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 1024 കിട്ടി. അപ്പോൾ ഈ 2560 നിന്ന് 1024 മൈനസ് ചെയ്താൽ ബാക്കി എത്ര കിട്ടും? 1536. അപ്പോൾ അവൻ പേ ചെയ്യേണ്ട പൈസ എന്ന് പറയുന്നത് എത്രയാണ്? 1536 രൂപയാണ്. ഇനി ഡി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇക്വാലന്റ് ടു 40% ഡിസ്കൗണ്ട്? 40% ഡിസ്കൗണ്ട് എന്നുള്ളതിന് താഴെ പറയുന്നതിൽ എന്താണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഡിസ്കൗണ്ട് ഓഫ് ₹200 ഓൺ ₹500, എ ഡിസ്കൗണ്ട് ഓഫ് ₹60 ഓൺ ₹150, എ ഡിസ്കൗണ്ട് ഓഫ് 50 പൈസ ഓൺ ₹1, എ ഡിസ്കൗണ്ട് ഓഫ് ₹300 ഓൺ ₹1000. ഇതിലേതാ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉമാണ് എന്തെന്നായിട്ടുള്ളത്? ശരിയായിട്ടുള്ളത് 1ഉം 2ഉം. 4th ബി ക്വസ്റ്റ്യൻ നോക്കാം. ദർ ഈസ് ആൻ 8% ഡിസ്കൗണ്ട് ഓൺ ഐറ്റം ഇൻ എ ഷോപ്പ്. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് ഓൺ ആൻ ഐറ്റം വർത്ത് ₹10? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇവിടെ ഒരു കടയിൽ 8% ഡിസ്കൗണ്ട് ഉണ്ട്. 10 രൂപ വിലയുള്ള ഒരു സാധനത്തിന് എത്രയായിരിക്കും ഡിസ്കൗണ്ട് ലഭിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 8% ഓഫ് എത്രയാണ്? 10 ആണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതും? 8/100 × 10.
അല്ലേ? അപ്പോൾ എത്ര കിട്ടുന്നത്? 8/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 പൈസ എന്നാണ് നിങ്ങൾക്ക് കിട്ടുക. 0.8 എന്നല്ലേ കിട്ടുക. അപ്പോൾ 80 പൈസ എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. ഇഫ് ദർ ഈസ് ആൻ 8% ഡിസ്കൗണ്ട് ഓൺ ഐറ്റം വർത്ത് ₹225, വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് എമൗണ്ട്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഇനി 8% ഡിസ്കൗണ്ടുള്ള 225 രൂപയാണ് ഐറ്റത്തിൻ്റെ വർത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് 8% ഡിസ്കൗണ്ട് ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് എമൗണ്ട്? അവർക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8% ഓഫ് 225. അപ്പോൾ 8%ന് നമ്മളെങ്ങനെ എഴുതണം? 8/100. ഇവിടെ 8% ഓഫ് 10 എന്ന് പറഞ്ഞാൽ 8/100 എന്ന് എഴുതിയില്ലേ? ഇൻറ്റു എത്രയാണ്? 225 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുക? 18 റുപ്പീസാണ് ഉത്തരം കിട്ടുക. ഇനി സി ക്വസ്റ്റ്യൻ. ഡിസ്കൗണ്ട് ഓഫ് 360 ഈസ് ഗിവൺ ഓൺ ഐറ്റം വർത്ത് ₹4,500. 4,500 രൂപയ്ക്ക് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് എത്ര കിട്ടി? 360 രൂപ കിട്ടി. വാട്ട് ഇസ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? ഇവിടെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് ചോദിച്ചത്. ഇത്ര നേരം നമുക്ക് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടായിരുന്നു. ഡിസ്കൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ട് റുപ്പീസാണ് ഇവിടെയൊക്കെ ചോദിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇപ്പോൾ പെർസെൻറ്റേജ് കാണാൻ 8/100 എന്നല്ലേ പറയണത്. ഇൻറ്റു ആ എത്ര രൂപയാണോ ടോട്ടൽ എമൗണ്ട് അത് ചെയ്ത് കഴിയുമ്പോൾ എത്ര ഡിസ്കൗണ്ട് റുപ്പീസ് കിട്ടി നമുക്കറിയാം. ഇനി ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് സിയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് കാണുക? നമുക്കറിയാം ഇതിനകത്ത് എത്രയാണ് ഡിസ്കൗണ്ട് റുപ്പീസ് കിട്ടിയിരിക്കുന്നത്? 360 ആണ്. 360 ഡിവൈഡ് ബൈ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 4,500. 4,500 ഇൻറ്റു എന്ത് ചെയ്യണം? 100 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 360 ഡിവൈഡ് ബൈ 45 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8% എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് കിട്ടിയ രൂപ ഡിവൈഡഡ് ബൈ ടോട്ടൽ എമൗണ്ട് ഇൻറ്റു 100. ഇനി ഡിസ്കൗണ്ട് കിട്ടിയ റുപ്പീസ് എത്രയാണ്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് അല്ല, ഡിസ്കൗണ്ട് കിട്ടിയ റുപ്പീസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ്? ഇപ്പോൾ എല്ലാത്തിൻ്റെയും അത്ര പെർസെൻറ്റേജ് ഓഫ് കാണുക. അപ്പോൾ 8% ഓഫ് 225 എന്നാണെങ്കിൽ 8/100 ഇൻറ്റു 225 ഇസ് ഇക്വൽ ടു എത്രയാണ്? 8/100 ഇൻറ്റു 225 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നോ അത്രയും റുപ്പീസ്. അപ്പോൾ 18 റുപ്പീസാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഏതാണ്? ഇപ്പോൾ 4% എന്ന് പറഞ്ഞാൽ 4/100 ഇൻറ്റു 225 എന്ന് ചെയ്യും. അതുപോലെ എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് പറയുന്നത് അത് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എമൗണ്ട്. അങ്ങനെയാണ് ഡിസ്കൗണ്ട് റുപ്പീസും ഡിസ്കൗണ്ട് പെർസെൻറ്റേജും കാണുന്നത്. ഇതിലെ ഡി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇക്വലന്റ് ടു ഡിസ്കൗണ്ട് ഓഫ് 12 പൈസ ഫോർ 1 രൂപി? 1 രൂപയ്ക്ക് 12 പൈസയാണ് ഡിസ്കൗണ്ട് എങ്കിൽ അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ളത് താഴെ കൊടുത്തേക്കുന്നതിൽ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് 1 റുപ്പീസിന് എത്രയാണ്? 100 പൈസ. 1 റുപ്പീസ് എന്ന് പറഞ്ഞാൽ 100 പൈസയാണ്. അപ്പോൾ 1 റുപ്പീസിന് എത്രയാണ് ഡിസ്കൗണ്ട്? 12 പൈസയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് 12/100 ആണ്. 12/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12% ആണ്. 12/100 എന്ന് പറഞ്ഞാൽ 12%. അപ്പോൾ ഡിസ്കൗണ്ട് ഓഫ് 12 rupees ഓൺ ₹100. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ഹൗസ് ഇൻ എ ഇയർ ഇൻ ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. താഴെ കാണിച്ചിരിക്കുന്ന ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് ഒരു വീട്ടിൽ ഒരു വർഷം ഉപയോഗിച്ച ഇലക്ട്രിസിറ്റി കറണ്ടിൻ്റെ അളവാണ് തന്നിരിക്കുന്നത്. വിച്ച് മന്ത് ഹാഡ് ദ സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസേജ്? ഏത് മാസങ്ങളിലൊക്കെയാണ് സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയിലാണ് സെയിം എമൗണ്ട് ചെയ്തിട്ടുള്ളത്? നോക്കൂ, നമുക്ക് നോക്കാം. സെപ്റ്റംബറും ഒക്ടോബറും എന്താണ്? സെയിം എമൗണ്ട് ആണ് അല്ലേ? സെപ്റ്റംബറും ഒക്ടോബറും സെയിം എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ രണ്ടും സെയിം ആണ്. പിന്നെ ഏതാണ്? നവംബറും ഡിസംബറും. നവംബറും ഡിസംബറും സെയിം ആണ്. നവംബർ ഡിസംബർ ഈ 4 മാസങ്ങളിലാണ് സെയിം എമൗണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി സെയിം ആണ് അല്ലേ? ബാക്കി എല്ലായിടത്തും ചേഞ്ചുകളുണ്ട്. ഇനി ഇൻ വിച്ച് മന്ത് വാസ് ദ ഇലക്ട്രിസിറ്റി യൂസേജ് ദ ഹൈയസ്റ്റ്? ഹൈ ആയി വന്നത് ഏത് മാസത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മാസത്തിലാണ്? മാർച്ച് ഏപ്രിലാണ്. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും നവംബർ ഡിസംബർ മാസത്തിലുമാണ് ഒരുപോലെ വന്നിരിക്കുന്നത്.
പിന്നെ ഹയസ്റ്റ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തത് മാർച്ച് ഏപ്രിലാണ് ഹയസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മന്ത് വാസ് ദ ഇലക്ട്രിസിറ്റി യൂസേജ് ദ ലോവസ്റ്റ്? കുറവ് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറവ് ഏതാ? ഒരേപോലെ യൂസ് ചെയ്ത മാസങ്ങളിൽ തന്നെയാണ് അല്ലേ. ഏതാണ്? സെപ്റ്റംബറും ഒക്ടോബറും പിന്നെ ഏതാണ്? നവംബറും ഡിസംബറും. ഒരേ ഇത് കിട്ടിയ അതേ മാസം തന്നെ അല്ലേ. ഇവിടെയാണ് ലോവസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിഫറെൻറ്റ് യൂണിറ്റ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഇലക്ട്രിസിറ്റി യൂസേജ്? ഹയസ്റ്റും ലോവസ്റ്റും തമ്മിലുള്ള ഇലക്ട്രിസിറ്റി തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഹയസ്റ്റ് എന്ന് പറയുന്നത് 340, ലോവസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 290. അപ്പോൾ 340 മൈനസ് 290 എന്ന് പറഞ്ഞത് എത്രയാണ്? 50. അപ്പോൾ ലോവസ്റ്റ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 50 ഹയസ്റ്റ് 340 ലോവസ്റ്റ് 290 അതിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് 50 കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും മാത്സിൻ്റെ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.